ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവരാനുള്ള CPM-ന്റെയും പിണറായി സർക്കാരിന്റെയും നീക്കം എല്ലാ വിശ്വാസികളും തിരിച്ചറിയുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്രൈസ്തവ സ്ഥാപനങ്ങളുടെയും പള്ളികളുടെയും കണക്കുകൾ വളരെ ചിട്ടയോടും സുതാര്യമായും ഓഡിറ്റിംഗിന് വിധേയമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ക്രൈസ്തവ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ സിവിൽ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണ്. എന്നിരിക്കെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം കവരുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ച് ആക്ട് എന്ന് വ്യക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായ ഡോക്ടർ NK ജയകുമാർ നിയമപരിരക്ഷാ കമ്മീഷനിൽ അംഗമായിരിക്കെ ബില്ലിലെ നിർദ്ദേശങ്ങൾ തനിക്കറിയില്ലെന്ന അദ്ദേഹത്തിന്റെ നിലപാട് വിശ്വസനീയമല്ലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ക്രിസ്ത്യൻ സഭകളുടെയും സ്ഥാപനങ്ങളുടെയും അധികാരങ്ങൾ കവർന്നെടുക്കാൻ ലക്ഷ്യം വെച്ചുള്ള ചർച്ച് ബിൽ പൂർണ്ണമായും പിൻവലിക്കുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായും സർക്കാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ബിൽ മാറ്റിവെക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ജനരോക്ഷത്തെ ഭയന്നാണ് സർക്കാർ ഈ നിലപാട് കൈക്കൊണ്ടത്. സർക്കാർ ബില്ല് മാറ്റി വയ്ക്കുകയല്ല, പിൻവലിക്കുകയാണ് വേണ്ടത്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് 2009 കൊണ്ടുവന്ന കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചർച്ച് ബിൽ ജനരോക്ഷം ഭയന്ന് മാറ്റിവെക്കുകയായിരുന്നു. 2017 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പഴയ ബില്ല് പൊടി തട്ടിയെടുത്ത് അഭിപ്രായം പറയണമെന്നാവശ്യപ്പെട്ട ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്ക് അഭിപ്രായം പറയാൻ അയച്ചു കൊടുക്കുകയായിരുന്നു. കടുത്ത എതിർപ്പുയർന്നതിനെ തുടർന്ന് സർക്കാർ പിൻവാങ്ങിയിരുന്നു. ഭരണഘടനാപരമായി നിലനിൽക്കില്ലെന്ന് കണ്ട് 2 തവണ മാറ്റിവെച്ച ബില്ലാണ് വീണ്ടും കേരള സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ക്രൈസ്തവർക്ക് ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളിലേക്കുള്ള കയ്യേറ്റമാണിതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് അനുവദിക്കുക എന്നാൽ ന്യൂനപക്ഷ അവകാശങ്ങളെ കൈയൊഴുക എന്നാണ് അർത്ഥമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ക്രിസ്ത്യൻ സഭകളുടെ പള്ളി സ്വത്ത് സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിന് നിയമപരിഷ്കാര കമ്മീഷൻ ബില്ല് തയ്യാറാക്കിയത് സർക്കാരുമായി ആലോചിച്ചല്ലെന്നും അത്തരമൊരു നിയമം കൊണ്ടുവരാൻ സർക്കാരിന് ഒരു ഉദ്ദേശമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്ത്യൻ സഭാ നേതാക്കൾക്ക് ഇന്നലെ ഉറപ്പു നൽകിയിരുന്നു. കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് ബാവ, KCBC അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സൂസപാക്യം, താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ, യൂജിൻ S പെരേര തുടങ്ങിയവർക്കാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. 2016-2011 LDF സർക്കാരിന് മുമ്പിൽ ഇത്തരമൊരു നിർദ്ദേശം അന്നത്തെ നിയമപരിഷ്കാര കമ്മീഷൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ അന്നും സർക്കാർ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.